ആദ്യ അംഗത്തിൽ തന്നെ അംഗം വിജയിച്ച് മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ് ജോസഫ് വിജയ്. അതിന്റെ ആഘോഷത്തിലാണ് തമിഴ്നാട് ഒന്നാകെ. ഒരുപക്ഷെ ഒരിക്കലും വിജയ് പോലും പ്രതീക്ഷിച്ചു കാണില്ല ഇത്രമാത്രം ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുമെന്ന്. കാരണം ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടി കേവല ഭൂരിപക്ഷത്തിന് കേവലം സീറ്റുകൾ മാത്രമകലെ വിജയ് പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ എന്താകും എന്ന അനിശ്ചിതത്വമായിരുന്നു ഉണ്ടായിരുന്നത്. ഒട്ടേറെ നാടകീയമായ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിറഞ്ഞ സംഭവവികാസങ്ങളായിരുന്നു ഇത്രയും ദിവസം തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിന് പിന്നാകെ DMK-യുടെ അണികൾ കൂടി അല്ലെങ്കിൽ DMK-യുടെ സഖ്യകക്ഷികൾ കൂടി പിന്തുണയുമായി വന്നതോടെ സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 120 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇന്നലെ വിജയ്ക്ക് എത്താൻ സാധിച്ചു. ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം നിശ്ചയിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുൻപിലാണ്. നമുക്കിവിടെ കാണാം വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കിലോമീറ്ററുകളും റോഡ് അടച്ച് പൂട്ടിയ അവസ്ഥയിലാണ്. പലരും കിലോമീറ്ററുകൾ നടന്നാണ് ഇവിടേക്ക് എത്തുന്നത്. കർശനമായ സുരക്ഷാ പരിശോധനകളും എല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് വിജയ് ആരാധകരാണ്, വിജയുടെ അണികളാണ് ഈ സമയത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാനാകുന്നത്. എല്ലാ പ്രമുഖരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. കെ സ്റ്റാലിൻ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ശൈലികളും പ്രവർത്തനങ്ങളൊക്കെ വേറെ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എത്തിയാൽ ഇവരെയൊക്കെ വിജയ് വേണ്ടപോലെ സ്വീകരിച്ചാൽ അത് മറ്റൊരു മാറ്റത്തിന്റെ ചരിത്രമായിരിക്കും കുറിക്കുക. എന്നാണെങ്കിലും ഒരു സൂപ്പർ താരം എന്നതിനപ്പുറം രാഷ്ട്രീയക്കാരനായി മുഖ്യമന്ത്രിയായി വിജയ് അരങ്ങേറ്റം കുറിക്കുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് പ്രതീക്ഷകൾ ഏറെയാണ്. അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അദ്ദേഹം പ്രചരണത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ മുൻനിർത്തിയാണ് DMK-യെ ആക്രമിച്ചതെങ്കിൽ അതിനെല്ലാം മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം വിജയുടെ പ്രായോഗികതയുടെ കുറവ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ഉപദേശിക്കുന്നവരുടെ വഴിയിൽ അദ്ദേഹം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഈ പ്രതിസന്ധികൾ നേരിടാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാണെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കടന്നുവരവ് വലിയ ഒരു മാറ്റമാണ് ഒരുക്കുന്നത്. ആ ഒരു രാഷ്ട്രീയം തമിഴ്നാടിന്റെ തന്നെ ജാതകം തിരുത്തുന്ന തരത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത്. എന്നാണെങ്കിലും എല്ലാ വഴികളും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എന്ന് പറയുന്നത് പോലെയാണ് ചെന്നൈയിലെ സാഹചര്യങ്ങൾ. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കിലോമീറ്ററുകളിൽ നിൽക്കുന്ന ട്രാഫിക് ബ്ലോക്കാണുള്ളത്. ഏറെ വൈകാതെ 10 മണിയോടെ തന്നെ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങും. ആരെല്ലാം വരും, അവരെല്ലാം എങ്ങനെ സ്വീകരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്താണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ തുടക്കം വിജയിലൂടെ ആകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ചെന്നൈയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.